ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് നമ്മുടെ 10ാമത്തെ പാർട്ടാണ്. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. കമൻ്റ് ഇടുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് പുതിയ പാർട്ടിലേക്ക് പോയാലോ? ഹലോ തുമ്പി. മറുഭാഗത്തുനിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടതും രേവതി സംശയത്തോടെ ഡിസ്പ്ലേയിലെ പേര് നോക്കി. കണ്ണൻ, ആദു. ഹലോ, ഞാൻ തുമ്പിയല്ല, അവളുടെ ഫ്രണ്ടാണ്. 1 മിനിറ്റ്, ഇപ്പം അവൾക്ക് കൊടുക്കാട്ടാ. അത് പറഞ്ഞ് രേവതി കോള് ഹോൾഡ് ചെയ്തു. നിനക്ക കോള് ദാ വാങ്ങി സംസാരിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞ് പാർവണ നേരെ ബാത്റൂമിൽ കയറി വാതിലടച്ചു. കുറച്ചു മുമ്പ് അങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യമാണ് അവൾ കാണിക്കുന്നതെന്ന് രേവതിക്കും മനസ്സിലായിരുന്നു. അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. കോള് ഹോൾഡ് ചെയ്തതിനാൽ അവൻ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല എന്ന് രേവതിക്ക് അറിയായിരുന്നു. ഹലോ, തുമ്പി കുളിക്കാണ് കേട്ടാ, വന്നിട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് മുത്തശ്ശിയുടെ പിറന്നാളാണ്, അതുകൊണ്ട് പായസം കറികളൊക്കെ അമ്മ എന്റെ കയ്യിൽ നന്നായിക്കുന്നുണ്ടേ. ഞാൻ വീടിന് മുമ്പില് എത്തിയാല് ഹോൺ അടിക്കാം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്ന് വാങ്ങിച്ചാ മതി. ശരി, രേവതി പറഞ്ഞു. ഓക്കെ, ബൈ. അത് പറഞ്ഞ കണ്ണൻ കോള് കട്ട് ചെയ്തു. തുമ്പി തുമ്പി പാല് പറഞ്ഞേ. എടി, നിന്നോട് പറയണ വാതിൽ തുറക്കാൻ. രേവതി കഥകിൽ ഉറക്കെ തട്ടി വിളിച്ചു. എന്താ? അവൾ വാതിൽ തുറന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ഫ്രണ്ട് കണ്ണനില്ലേ, അവന്റെ മുത്തശ്ശിയുടെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. വീടിന് മുമ്പിലെത്തിയാൽ ഹോൺ അടിക്കാന്ന്. അപ്പൊ ഗേറ്റിനരികിലേക്ക് വരാൻ പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി അവൻ കാരണം ഇവിടെ ആർക്കും ഒരു പേരുദോഷം കിട്ടണ്ട. തുമ്പി, നീ എന്തിനെങ്ങനെയൊക്കെ ദേഷ്യപ്പെടണേ? നീ ഇവിടെ ഇരുന്ന് ഞാൻ പറയട്ടെ. അവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് രേവതി പറഞ്ഞു. കണ്ണൻ ഇവിടേക്ക് വരുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം വീടല്ല. അതുകൊണ്ട് ഇവിടെ താമസിക്കുമ്പോ ഹൗസ് ഓണർ പറയുന്ന കൂടെ നമ്മൾ കേക്കണ്ടേ? രേവതി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇനി അവൻ ഇവിടേക്ക് വരില്ലാന്ന്. പിന്നെന്താ? ഞാനിപ്പൊ തന്നെ അവനെ വിളിച്ചു പറയാം ഇവിടേക്ക് വരണ്ടെന്ന്. പാർവണ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. തുമ്പി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടാട്ടാ. നീ ആരോട് ഈ വാശി കാണിക്കണേ? അപ്പോഴേക്കും ഗേറ്റിന് മുമ്പിൽ നിന്നും ബൈക്കിന്റെ ഹോണടി കേട്ടു. ആ ശബ്ദം കേട്ട് രേവതി മുകളിൽ നിന്നും ഗേറ്റിനരികിലേക്ക് നോക്കി. കണ്ണനാണത്. രേവതി ഇപ്പൊ വരാന്ന് കൈകൊണ്ട് വീശി കാണിച്ച് അകത്തേക്ക് തന്നെ നടന്നു. തുമ്പി, ആ പയ്യെന്താ വന്നിരിക്കുന്നു, താഴേക്ക് വാ. രേവതി അവളെ വിളിച്ചെങ്കിലും പാർവണ കേൾക്കാത്ത ഭാവത്തിലിരുന്നു. തുമ്പി, നീ വരുന്നുണ്ടോ? അതോ? രേവതി അവളുടെ കൈ പിടിച്ച് വലിച്ചു താഴേക്ക് നടന്നു. ഗേറ്റിന് മുന്നിൽ തന്നെ കണ്ണൻ ബൈക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വിളമുഖത്തിന് ഇതെന്താ പറ്റിയ? വീർത്തിരിക്കുന്നുണ്ടല്ലോ. പാർവണയെ നോക്കി കണ്ണൻ ചോദിച്ചു. ഇവക്ക് മുഖം വീർപ്പിക്കാൻ വേറെ വല്ല കാരണം വേണ? രേവതി അത് പറഞ്ഞു. പാർവണ അവളെ കണ്ണുറ്റി നോക്കി. ഇയാളാണ് ദേവു എന്നൊക്കെ രേവതി? കണ്ണൻ ചോദിച്ചു. അതെ, രേവതി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നലെ ഇവള് ഈ വണ്ടിയിൽ കയറിയപ്പോ മുതൽ പറയാൻ തുടങ്ങിയ പേരാണ് ദേവു 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 എന്ന്. അപ്പൊ ഞാൻ കരുതിയ ഇയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന്. ഇയാളെ എനിക്കറിയാം, ഇവള് പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ എന്ന ആർദ്രവല്ലേ? രേവതി തിരിച്ചു ചോദിച്ചു. അതെ, കണ്ണൻ. ഇവളേക്ക 3-4 വയസ്സിന് മൂത്തതാണ് ഞാൻ. എന്നാൽ ഇവളെ എന്നെ പേരെ വിളിക്കുള്ളോ, ബഹുമാനം തീരെയില്ല. പാർവണയെ നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. അയ്യോ സോറി, ഇവള് വിളിക്കുന്നത് കേട്ടാണ് ഞാനും കണ്ണനെ വിളിച്ചേട്ടാ. രേവതി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? ഒന്നും മിണ്ടാതെ നിൽക്കണേ? പാർവണയെ നോക്കി വീണ്ടും കണ്ണൻ ചോദിച്ചു. ഒന്നുമില്ല, പാർവണ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അതിന്ന് ഇവളെ കണ്ണനെ ഇവിടെ ബൈക്കിൽ കൊണ്ടുവന്നിറക്കിയത് അപ്പുറത്തെ വീട്ടിൽ ആരോ കണ്ടു. അത് അവര് കുറച്ച് കുശുമ്പ് കൂട്ടി ഹൗസ് ഓണറുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അത് അവര് വന്ന് എന്നോട് ചോദിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്നും പറഞ്ഞു. അതിനാണ് അവളിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണേ. രേവതി കണ്ണനോടായി പറഞ്ഞു. ഇതായിരുന്ന കാര്യം? സോ സിമ്പിൾ, ഞാനിപ്പൊ പരിഹരിച്ചു തരാം. അത് പറഞ്ഞ കണ്ണൻ ബൈക്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി. അയ്യോ വേണ്ട, പ്രശ്നമൊന്നും വേണ്ട, രേവതി ആശങ്കയോടെ പറഞ്ഞു. ഏയ്, വഴക്കിനൊന്നല്ലെന്നേ, ഇത് പിടിച്ചേ.
കയ്യിലുള്ള ഒരു കവർ രേവതിയുടെ കയ്യിൽ കൊടുത്തു. ഇത് നിങ്ങളുടെ ഹൗസ് ഓണർക്ക് കൊടുക്കാനായിട്ട് അമ്മ തന്നയച്ചായിരുന്നു. ഇനി എന്തായാലും നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അത് പറഞ്ഞ് കണ്ണൻ അകത്തേക്ക് പോയി. എടി വഴക്കാവോ? കണ്ണൻ പോകുന്നു നോക്കി പാർവണ പേടിയോടെ ചോദിച്ചു. നീ തന്നെ വരുത്തി വെച്ചതല്ലേ, നീ തന്നെ അനുഭവിച്ചോ? രേവതി അകലേക്ക് നോക്കി പറഞ്ഞു. ഇങ്ങനെ ശാപത്തി കുത്താതടി, ഞാൻ കുത്തും, നീ പേടിക്കാതിരിക്കട്ടെ, പ്രശ്നമൊന്നാവില്ല. നീ ആ വീട്ടിലേക്കൊന്ന് നോക്കിക്കേ, കാണാൻ നല്ല രസല്ലേ? റോഡിനപ്പുറത്തുള്ള 2 നില വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേവതി ചോദിച്ചു. വലിയ വീടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു രസവുമില്ല, അതിന്റെ വാസ്തു ശരിയല്ല, പാർവണ പറഞ്ഞു. ഒന്ന് പോയേ നീ, അവളുടെ ഒരു വാസ്തുവും. അവിടേക്ക് നോക്കുമ്പോ തന്നെ എന്തോ മനസ്സിന് വല്ലാത്ത സന്തോഷവും ഒരു പോസിറ്റീവ് എനർജി. കോപ്പാണ് പോസിറ്റീവ് എനർജി പോലും, എനിക്ക് നെഗറ്റീവ് എനർജിയാ തോന്നുന്നത്. ശരിക്കും ഒരു പ്രേത ബംഗ്ലാവ്, പാർവണ കുറ്റത്തോടെ പറഞ്ഞു. ബംഗ്ലാവല്ലടി പൊട്ടത്തി, ബംഗ്ലാവ്. പൊട്ടത്തി നിന്റെ മറ്റവൻ. ഡീ എന്താടി? അവർ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴേക്കും കണ്ണൻ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അവനൊപ്പം ചിരിച്ച് സംസാരിച്ചുകൊണ്ട് ഹൗസ് ഓണറും ഭാര്യയും മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ശരി ആൻറ്റി, അവൻ അവരെ നോക്കി യാത്ര പറഞ്ഞു. ഇടയ്ക്ക് ഈ വഴി വരണട്ടാ. ഷുവർ ആൻറ്റി, വരാം. അവനത് പറഞ്ഞ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നു. നീ എന്താ അവരോട് പറഞ്ഞേ? നിന്നോട് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞ ആൻറ്റി നിന്നോട് ഈ ഇടയ്ക്ക് വരാൻ പറയണു. എന്താതൊക്കെ? പാർവണ അവനോടായി ചോദിച്ചു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളവർക്ക് അറിയാം. എന്ത്? അവൻ പറയുന്നു മനസ്സിലാവാതെ പാർവണ ചോദിച്ചു. കണ്ണൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നല്ലോ, എന്നാലും ഞാൻ പോവുക. പോട്ടെ ഡി തുമ്പി, ബായ് ബായ് ദേവു. അത് പറഞ്ഞ കണ്ണൻ ഹെൽമറ്റ് തലയിൽ വെച്ചു. മിഴിച്ച് നിൽക്കാതെ വീട്ടിൽ കയറി പോവാൻ നോക്കടി, സന്ധ്യ പറയേ. അത് പറഞ്ഞ് കണ്ണൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. അവർ 2 പേരും ഒന്നും മനസ്സിലാവാതെ അകലേക്ക് നോക്കി നിന്നു. മുറ്റത്ത് തന്നെ ഹൗസ് ഓണറുടെ ഭാര്യ നിൽക്കുന്നുണ്ടായിരുന്നു. സോറി മോളെ, ഞാൻ കാര്യം അറിയാതെ ഓരോന്ന് പറഞ്ഞേന്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ആ മോമൊന്ന് സംസാരിച്ചുകൊണ്ടാണ് എന്താന്ന് മനസ്സിലായത്. നല്ല പയ്യനാണ്. അത് സാരല്ലേ ചേച്ചി ഞങ്ങളുടെ സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല. രേവതി അത് പറഞ്ഞ് പാർവണയെ കൂട്ടി മുകളിലേക്ക് പോയി. എടി നിനക്ക് ശരിക്കും കണ്ണനെ എങ്ങനെയാ പരിചയം? ലാപ്പിലെന്തോ മെയിൽ അയക്കുന്ന പാർവണയോടായി ദേവ് ചോദിച്ചു. അത്ര വലിയ പരിചയമൊന്നുമില്ല, 8-9 മാസത്തെ പരിചയം, പിന്നെ 2 തവണ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ആള് നല്ല കമ്പനിയാണ്, പാർവണ പറഞ്ഞു. ഐ തിങ്ക് യു തിങ്ക് ഹി ഈസ് ഇൻ ലവ് വിത്ത് യു. ആർ യു ഷുവർ? ഉറപ്പൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാതില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്കിഷ്ടാണ്, പക്ഷെ അങ്ങോട്ടേക്കൊന്നും പറയില്ല. ഇനി ഇങ്ങോട്ടൊരു പ്രപ്പോസൽ അയക്കാന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണു വരച്ചെത്തു പറയും. ശരിക്കും? ഒന്ന് പോടി, ഞാൻ വെറുതെ പറഞ്ഞ. കണ്ണന് എന്നോട് ഒരു സിസ്റ്ററിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ ആയിക്കോട്ടെ. ഫോണിന്റെ റിങ് കേട്ടാണ് ശിവ ഉറക്കത്തിൽ നിന്നും എണീറ്റത്. സമയം 8 മണിയാവാറായി. അവൻ എഴുന്നേറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. സാർ, ഞാൻ വിജയാണ്. ഇന്ന് 6 മണിക്ക് മുമ്പ് വേദാചാര്യാസ് ഗ്രൂപ്പിൽ അയക്കേണ്ട ബഡ്ജറ്റ് ലിസ്റ്റ് ഇതുവരെ അയച്ചിട്ടില്ല എന്ന് അവിടുത്തെ വെയ്റ്റ് സാറിന്റെ PA വിളിച്ചു പറഞ്ഞിരുന്നു. ആർക്കാണ് അതെന്റെ അയക്കേണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്നേ? അത് നമ്മുടെ ന്യൂ സ്റ്റാഫ് പാർവണയ്ക്കായിരുന്നു. ഓ, ലെറ്റ് മീ ചെക്ക് ഇറ്റ്. പാർവണ നമ്പർ എനിക്കൊന്ന് അയച്ചു തരുമോ? ഓക്കെ സാർ. കുറച്ച് കഴിഞ്ഞ് ശിവ വിജയ് അയച്ചു തന്ന നമ്പറിലേക്ക് വിളിച്ചു. ഡി, നിനക്ക് പായസം വേണ്ടല്ലോ? അടുക്കളയിൽ നിന്നും രേവതി വിളിച്ചു വെച്ചു. എന്റെ മഹാദേവ, എനിക്കെങ്ങാനും തരാതെ ഇവള് പായസം കുടിച്ച ഇവൾക്ക് ഒരാഴ്ച വയറിളക്കം വരണേ എന്റെ ശിവനെ. അവൾ റിങ് ചെയ്ത കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാട്ട്? മറുവശത്ത് നിന്ന് ശിവ അലറി. ഇതിവിടെ പറഞ്ഞാടോ, ഇതാരാ സംസാരിക്കണേ? പാർവണ മനസ്സിലാവാതെ ചോദിച്ചു.
മര്യാദക്ക് തന്ന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ തൻ്റെ സേവനം എൻ്റെ ഓഫീസിൽ വേണ്ട. 6 മണിക്കൂർ മുമ്പ് വേദാചാര്യ ഗ്രൂപ്പിനെ അയക്കാൻ പറഞ്ഞിട്ട് താൻ അയച്ചാ? ശിവയുടെ ആ അലർച്ച കേട്ടപ്പോഴാണ് പാർവണിക്ക് ആളെ മനസ്സിലായത്. ഞാൻ അയച്ചിരുന്നു സാർ, 5:30 തന്നെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ആ കമ്പനിയിൽ നിന്നും കോള് വന്നിരുന്നു. ഇത്രയും ഉത്തരവാദിത്തമില്ലെങ്കിൽ ജോലി അവസാനിച്ചിട്ട് പൊക്കോ, മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഇല്ല സാർ, ഞാൻ അയച്ചിരുന്നു. പാർവണ മെയിൽസ് ഒന്നും കൂടെ ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. തൻ്റെ വിചാരം എന്താ, ഇവിടെ ഉള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നോ? കട്ട് കോൾ, ദേഷ്യത്തോടെ പറഞ്ഞ ശിവ കയ്യിലെ ഫോൺ ബെഡിലേക്ക് ഇട്ടു. ഇയാൾക്ക് ഇതെന്താ, ഞാൻ അയച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തേ? ഈ കാലമോടൻ്റെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. ശിവയെ കുറ്റം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. സോറി സർ, അതൊരു ടെക്നിക്കൽ എററായിരുന്നു. 5:30 മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. സോറി. നിങ്ങൾക്ക് ഇത്രയും ഉത്തരവാദിത്തമില്ലേ? മെയിൽ കറക്റ്റ് സമയത്ത് അയച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റാഫിന് ഇപ്പൊ ചീത്ത പറഞ്ഞോളൂ. സോറി സർ, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. അത് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പുതിയ വാർത്തയായിട്ട് നാളെ കാണാം. എല്ലാവരും കാത്തിരിക്കണേ, കമൻ്റ് ഇടണേ. ബൈ.